കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് ക്ലീനിങ് റുട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. 30 മിനിറ്റ് സമയമാണ് ഇതിന് ഏകദേശം നമുക്ക് വരിക. നമ്മൾ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ക്ലീനിങ്ങിൽ മാത്രം ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ 30 മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടൈമർ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം 30 മിനിറ്റിന്. അത്രയും നമുക്ക് പറ്റുന്ന ജോലികൾ ചെയ്ത് തീർക്കാം. ഞാൻ എൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിൽ നിന്നാണ്. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ മാത്രം ജോലിയായിട്ട് ആരും കരുതരുത്. വീട്ടിലെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ വീട് വൃത്തിയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലിവിടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ട്. ചെറിയ ചെറിയ ജോലികൾ എല്ലാവരും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ വീട് ഭംഗിയായിട്ടിരിക്കുന്നത്. കിച്ചണിൽ പറയുകയാണെങ്കിൽ അവരവർ നമ്മൾ ഫുഡ് കഴിച്ച പാത്രം വാഷ് ചെയ്ത് വെക്കുക, വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, തേങ്ങ ചിരണ്ടി കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിച്ചണിൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ജോലികൾ നമ്മൾ തന്നെ ഫുൾ തലയിലെടുത്ത് വെക്കുന്നതിൽ പകരം മറ്റുള്ളവരുടെ ഹെൽപ്പും കൂടി ഉൾപ്പെടുത്തി വീട്ടിലെ എല്ലാ ജോലികൾ എല്ലാവർക്കും ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. രണ്ടാമത്തെ ടിപ്പ്, ഞാൻ ഒരു ലോഡ് തുണി വാഷ് ചെയ്യാനായിട്ടുണ്ടാണ്. ഡെയിലി നമുക്കിങ്ങനെ തുണി വാഷ് ചെയ്യേണ്ടി വരാറുണ്ട്. വീട്ടിലെ അംഗങ്ങളനുസരിച്ചായിരിക്കും തുണി അലക്കുന്നതിൻ്റെ രീതി കാര്യങ്ങൾ. ചിലർ ഡെയിലി അലക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഒരു ലോഡ് തുണി ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ടിൽ വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ എപ്പോഴും ഇരിക്കുന്നൊരു സ്പേസാണ്. അതായത് രാവിലെ ചായ കുടിക്കാൻ വന്ന് ഇരിക്കുന്നത്, അതോടൊപ്പം 4 മണിക്ക് വന്ന് ചായ കുടിക്കാൻ എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ദേ അവിടെ ഭക്ഷണ സാധനങ്ങൾ ഓരോന്നൊക്കെ വീണ് പോയിട്ട് സ്നാക്സൊക്കെ കഴിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇരുന്ന്. അതൊക്കെ വീണിട്ട് അവിടെ ഉറുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മഴക്കാലം ആകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉറുമ്പ് വരിക, അതുപോലെ തന്നെ ചിതൽ വരിക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം, ഉറുമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ വീട് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അപ്പം ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഭാഗത്ത് ഉറുമ്പോ ചെതലോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും മരുന്നുകൾ യൂസ് ചെയ്യുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു എനി ടൈമിൻ്റെ നോ ആൻഡ് നോ ടെർമൈറ്റ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ചെതലിനും ഉറുമ്പിനും യൂസ് ചെയ്യാം. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഉറുമ്പിനെ കാണുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഈ സ്പ്രേ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 90 ദിവസത്തേക്ക് പിന്നെ അവിടെ ഉറുമ്പോ ചെതലോ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും തന്നെ വരില്ല. അപ്പോൾ ചെതലാണെന്നുണ്ടെങ്കിൽ ചെതൽ നമ്മൾ തുടക്കമേ അത് ട്രീറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെതൽ ഒരുപാട് കുത്തിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് കട്ടിലേമ ജനലേമയൊക്കെ പലപ്പോഴും ചെതൽ, അലമാരകളുടെ ഉള്ളിലൊക്കെ ചെതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പഴക്കം കൂടുന്നതോറും ചെതൽ വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ കണ്ട വശം തന്നെ വേഗം അത് തട്ടി കളഞ്ഞിട്ട് ഈ ഒരു സ്പ്രേ വെച്ചിട്ട് അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ ഒട്ടും തന്നെ ആ ഒരു ഏരിയയിൽ പിന്നെ ചെതൽ വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഈ ബോട്ടിൽ എടുത്തിട്ട് ആയി തന്നെ നന്നായി ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്ത ശേഷം ഇത് ആ ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് സ്പ്രേക്ക് വേറെ മണോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് എനിക്ക് എൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയത്. സാധാരണ എനിക്ക് ഈ പൊടികളും അങ്ങനത്തെ മണങ്ങളും ഒട്ടും തന്നെ പറ്റില്ല, ഭയങ്കര അലർജി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്പ്രേ അടിച്ചാൽ വേറെ മണം, ഒട്ടൊരു മണം പോലും അറിയുന്നില്ല അത് അടിക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പ്രേ ബോട്ടിലിന്മേൽ ലോക്ക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ആവശ്യം കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് വെക്കാം, കുട്ടികൾ എടുക്കാത്ത സ്ഥലത്ത് മാറ്റി വെക്കാം. അപ്പോൾ ചെതൽ അതുപോലെ ഉറുമ്പ് ഒക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ്. നല്ല ജെനുവിൻ പ്രൊഡക്റ്റാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പർ ത്രൂ ഈ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഒതുക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അടിച്ചു വാരിയിട്ടു. പത്രം പഴയതിരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ എൻ്റെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരേ ഓർഡർ ഫോളോ ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞു 30 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഒരേ ഓർഡറിൽ ക്ലീൻ ചെയ്യുക. അതായത് ഇപ്പോൾ സിറ്റ് ഔട്ട് ആദ്യം, അത് കഴിഞ്ഞാൽ പിന്നെ ലിവിങ് ഏരിയ ആണ് ഞാൻ ചെയ്യാറുള്ളത്, പിന്നെ ഡൈനിങ് ഏരിയ, അത് കഴിഞ്ഞാൽ ബെഡ്റൂംസ്, അതിൻ്റെ കൂടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒതുക്കിയിടുക. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ തുണികൾ വാഷ് ചെയ്തത് കൊണ്ടിട്ട ശേഷം കിച്ചണിൽ നമ്മൾ ഓൾറെഡി രാവിലത്തെ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോൾ കിച്ചൺ ക്ലീൻ ആയിട്ട് കിടക്കണം. ഇനി ലഞ്ച് ഉണ്ടാക്കുമ്പോഴാണ് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ഓർഡറിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ അതൊരു റുട്ടീനായിട്ടും ഈ ടൈമിങ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് പല കാര്യങ്ങളിലോട്ട് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ ആയിട്ട് പോകും. അപ്പോൾ എന്നും ഒരേ ഓർഡറിൽ ഒരുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വീട് ഓർഗനൈസ് ചെയ്യുക, ഒതുക്കുക എന്നുള്ളതാണ്. അതായത് എടുത്ത ഐറ്റംസ് എടുത്തോടത്തേക്ക് തിരിച്ചു വയ്ക്കുക. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ഒരു പെൻ നമ്മൾ എടുത്തു, ആ പെൻ എവിടെ വെക്കണം നമുക്കറിയണം. ഒരു കത്തര നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ട് വെക്കണമെന്ന് ഉള്ളൊരു സ്ഥലം നമ്മുടെ വീട്ടിൽ ആദ്യം നമ്മൾ തീരുമാനിച്ചിട്ട് എല്ലാത്തിനും ഒരു സ്ഥലം ഉണ്ടായിരിക്കണം വെക്കാനായിട്ട്. അത് എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും ഐറ്റംസിനുള്ള സ്ഥലം കൃത്യമായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐറ്റംസ് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് മാത്രം മതി ഈ എടുത്ത ഐറ്റംസ് എല്ലാം തിരിച്ച് അതാത് സ്ഥലത്തോട്ട് വെക്കാം.
ഇനിയിപ്പോൾ കുട്ടികളുടെ റൂമിൽ വരികയാണെങ്കിൽ അവരുടെ റൂമിൽ ഒരുവിധമൊക്കെ അവരെല്ലാം അവർ തന്നെയാണ് എടുത്ത് വെക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അവർ ക്ലാസ്സിലേക്ക് പോകുന്ന തിരക്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കിലോ മിസ് ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പോയിട്ട് അതൊക്കെ എടുത്ത് വെക്കും. പിന്നെ കുറച്ചും കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് മാത്രമാണ് ഞാനൊന്ന് സെറ്റ് ചെയ്യുക. ബാക്കി ഇപ്പോൾ പുതപ്പ് മടക്കി വെക്കുക, അവരുടെ ടോയ്സ് ഒതുക്കി വെക്കുക, അവരുടെ സ്റ്റഡി ടേബിൾ ഒരുക്കുക എന്നിങ്ങനെയുള്ള ജോലികൾ അവരവർ ചെയ്യുന്ന പേഴ്സണൽ കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ ഒതുക്കി വെച്ചു, എല്ലാ റൂമിലും ഒതുക്കി വെച്ചപ്പോഴേക്കും അവർ 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം എടുക്കുള്ളൂ കേട്ടോ അതൊക്കെ ചെയ്യാൻ. അത് കഴിഞ്ഞാൽ ഞാനത് അടിച്ച് വാരി തുടങ്ങുകയാണ്. ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി നമ്മുടെ വീട് ക്ലീനായി. അപ്പോൾ നമുക്കിനി നേരം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് ജോലി അവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് നേരമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അടിച്ച് വാരിയിടുക എന്നുള്ളത്. അപ്പോൾ പറ്റാവുന്നതും ഡെയിലി അടിച്ച് വാരിയിട്ടാൽ നന്നായി. പക്ഷേ ഓരോരുത്തരുടെയും ടൈമിങ് പോലെയൊക്കെ ഇരിക്കും. തീരെ കൊച്ചു കുട്ടികളുണ്ട്, നമുക്ക് ഭയങ്കര തിരക്കാണ്, ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞതൊന്നും ഡെയിലി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും പറയുക, നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ അയ്യോ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കംഫർട്ട് എന്താണ്? ചിലവർക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അവർക്ക് എല്ലാവർക്കും ഇതുപോലെ ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ തന്നെ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരാളെ ഹെൽപ്പിനൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവരെ കാര്യം അല്ല ഞാൻ പറയണത്. അല്ലാത്തവർ പറ്റാവുന്നതും ഡെയിലി ഈ ഒരു ടൈം വെച്ചിട്ട് വീട് ഫുള്ള് അടിച്ചു വാരാം. അപ്പോൾ ചിലവരുടെ വീട് 2 നിലയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ 2 ദിവസങ്ങൾ മാറി മാറി ഒരു നില ഒരു ദിവസം ക്ലീൻ ചെയ്യണമെങ്കിൽ അടുത്ത ദിവസം മുകളിലത്തെ നില വൃത്തിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞത് ഞാൻ ഓരോ ഓർഡറിലാണ് കേട്ടോ ക്ലീനിങ് ചെയ്യണത്. ലിവിങ് ഏരിയ കഴിഞ്ഞു, ഇപ്പോൾ ഡൈനിങ് ഏരിയയിലോട്ട് വന്നു. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ വരുമ്പോൾ ഞാൻ പണ്ടേ പറയാറുണ്ട്, എനിക്ക് ചെയർ മാറ്റിയിടലാണ് ഏറ്റവും പണി തോന്നുക. കാരണം നമ്മുടെ റൂമിൽ ഐറ്റംസ് ഉണ്ടാകുമ്പോൾ, റൂം ചെറുതും ഐറ്റംസ് കുറേ ഉണ്ടാകുമ്പോൾ നമുക്കിത് മുഴുവനും കൊണ്ട് എന്താ പറയുക മാറ്റാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും ഇതെല്ലാം മാറ്റി അടിച്ചാൽ തന്നെയാണ് വൃത്തിയാവുള്ളൂ. അപ്പോൾ ഇനി ഞാനിതേ ഈ ഒരു ബെഡ്റൂമുകളിലെല്ലാതും അടിച്ചു വാരിയിടാണ്. അപ്പോൾ ഞാൻ അപ്പച്ചനും അമ്മച്ചീൻ്റെ റൂമും കൂടി അടിച്ച് വാരിയിടാണ്. അവിടെ വേറെ ഒതുക്കലും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം അവിടെ നമ്മൾ കുറേ ഒതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് പ്രത്യേകിച്ച് പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ഒരു കംഫർട്ടിനനുസരിച്ചാണ് നമ്മുടെ റൂം ഒരുക്കാനായിട്ട്. ഇനി അടുത്തത് മക്കളുടെ റൂമാണ്. അത് അവർ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് സാധാരണ സാറ്റർഡേസിലാണ് റൂം ക്ലീനിങ്ങും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ചേഞ്ചിങ്ങും ഒക്കെ ചെയ്യാറുള്ളത്. മാക്സിമം അവരുടെ റൂം അവർക്ക് ഒതുക്കുക ഒരു അരമണിക്കൂർ സമയം മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് ആ ഒരു ജോലി ചെയ്യാറുള്ളത്. അപ്പോൾ അത് അവർ തന്നെ ചെയ്യുന്നുണ്ട്. ഷീറ്റ് ചേഞ്ചിങ് ഒക്കെ ചിലപ്പോൾ ഉച്ചയൊക്കെ ആവും ചെയ്യാട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അടിച്ച് വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി 3ാമത്തെ ടാസ്ക്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത എന്താണ് ഓർഗനൈസിങ്, പിന്നെ നമ്മൾ ഫുള്ള് അടിച്ച് വാരി. ഇനി നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ട്. പൊടിയൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ അത് ഡെയിലി നമ്മൾ ചെയ്യേണ്ട ചില ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ടിവിയുടെ സ്റ്റാൻഡിൻ്റെ അവിടെ ഡെയിലി ചെയ്യാറില്ല, ഒന്നരാടം വെച്ചിട്ട് പൊടി പിടിക്കുന്നതനുസരിച്ച് ചെയ്യും. ടീ പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ കോഫി ടേബിളും ഡൈനിങ് ഏരിയയുടെ ടേബിൾ ഇപ്പോൾ ഗ്ലാസ്സോ അങ്ങനത്തെ മരത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി തുടയ്ക്കണം. അപ്പോൾ അവിടെയും കൂടി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ കുറേ നാളുകളായിട്ട് നിങ്ങൾക്കറിയാം. പണ്ട് മുതലേക്കേ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 6 വർഷമായി. അന്ന് മുതലേ പറയുന്നതാണ്. 1.5 കപ്പ് വെള്ളം എടുക്കും, അതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർക്കും. അപ്പോൾ മൊത്തം 2 കപ്പായില്ലേ. പിന്നെ അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് പുൽത്തൈലം, സ്മെല്ലുള്ള പുൽത്തൈലം, ലെമൺ ഗ്രാസ് ഓയിൽ അതൊരു ഡ്രോപ്പ് ചേർക്കും. അതുപയോഗിച്ചിട്ടാണ് നമ്മുടെ ഗ്ലാസ് ആയാലും അതുപോലെ തന്നെ ടേബിൾ ആയാലും ഒക്കെ നമ്മൾ തുടയ്ക്കുന്നത്. അപ്പോൾ ഈ സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ്. അപ്പോൾ മൊത്തം 30 മിനിറ്റ് ഞാൻ പറഞ്ഞതിൽ 10 മിനിറ്റ് നമ്മൾ ഒതുക്കാനും ഒരു 10 മിനിറ്റ് വീട് ഫുൾ അടിച്ച് വാരാൻ. അതിൻ്റെ ടൈം ചിലപ്പോൾ വീടിൻ്റെ വലുപ്പം അനുസരിച്ച് മാറും കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് എല്ലാം വൈപ്പ് ചെയ്യാം. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് ഒക്കെ മതിയാവും. എല്ലാ ഏരിയയും വൈപ്പ് ചെയ്യാനല്ല പറയുന്നത് കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചില സ്പേസുകളുണ്ടല്ലോ, അപ്പോൾ അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഞാൻ വൃത്തിയാക്കുന്നത് ഡ്രസ്സിങ് ഏരിയ ആണ്. ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പൗഡറും അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ടോയ്ലറ്റ് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റൂം ഫ്രഷ്നർ വാങ്ങാൻ കിട്ടും. നല്ല സ്മെല്ല് നോക്കിയിട്ട് വാങ്ങുക, ഏതെങ്കിലും 2 എണ്ണം. അത് ടോയ്ലറ്റിൻ്റെ പുറത്ത് നമ്മൾ വെക്കുക. ഓരോ യൂസും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് സ്പ്രേ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ആ ഒരു ബാത്റൂമിൽ എപ്പോഴും നല്ല സ്മെല്ല് നിൽക്കും. ഞാൻ പല ടൈപ്പിലുള്ള പാക്കറ്റിലുള്ള സ്മെല്ലുള്ള ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടൊന്നും അത് 10 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ല് പോയി. അപ്പോൾ അതിലും നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് ഇങ്ങനെയുള്ള ഈ ഒരു റൂം ഫ്രഷ്നർ സ്പ്രേകൾ നല്ല സ്മെല്ല് നോക്കിയെടുത്തിട്ട് ഓരോ തവണയും ഉപയോഗിച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇത് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാത്റൂംസ് ഉണ്ടെങ്കിൽ അതെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബാത്റൂം യൂസ് ചെയ്ത് ആര് പോയാലും അവിടെ ഫ്ലോറിൽ വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം വൈപ്പ് ചെയ്ത് കളയുക. ബാത്റൂം ഫ്ലോർ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും, നമുക്ക് സേഫുമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈപ്പ് ചെയ്ത ശേഷം ഫ്ലോർ ഇതുപോലെ ഡ്രൈ ആക്കിയിടുക. അതെല്ലാവരോടും വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ബാത്റൂം ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ
ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല ബാത്റൂം ക്ലീനിങ് സമയത്ത്. അതോടൊപ്പം തന്നെ ബാത്റൂമിൽ കണ്ണാടിയും കൂടി ഒന്ന് തുടച്ചിടുക. അപ്പോൾ റൂമുകളെല്ലാം തന്നെ നമ്മൾ ഇത്രയും സമയം കൊണ്ട് 30 മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കുറച്ച് സമയം അതാവും, ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. അത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും വീടിൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ ടൈമിങ്ങിൽ ചെറിയ മാറ്റം വരാം. എന്നാലും ഈ ഒരു സമയം കൊണ്ട്, അതായത് വീട് ഒതുക്കുക, വീട് അടിച്ചു വാരുക, വീട് വൈപ്പ് ചെയ്തിടുക എന്നുള്ള 3 ടാസ്ക്കാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ഞാൻ തുണികൾ വാഷ് ചെയ്തെല്ലാം തന്നെ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചവിട്ടികൾ എല്ലാ റൂമിൻ്റെയും എടുത്തിട്ട് കൈ കൊണ്ട് വാഷ് ചെയ്തിട്ട് അത് ജസ്റ്റ് മാറ്റി ഇവിടെ സ്റ്റാൻഡിൻ്റെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണങ്ങാനായിട്ട്. ഇനി വീട് തുടയ്ക്കുന്നത് 2 ദിവസം കൂടുമ്പോഴാണ് വീട് തുടയ്ക്കാറുള്ളൂ. ഞാൻ ഡെയിലി തുടയ്ക്കാനുള്ള നേരം എനിക്ക് കിട്ടാറില്ല. ഞാൻ വെറുതെ വീഡിയോ കൂടെ വെറുതെ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പറയാനുള്ള അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം കൂടുമ്പോൾ വീട് തുടയ്ക്കാറുള്ളൂ. എൻ്റെ ടൈമിംഗ് അനുസരിച്ചാണ്. ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ദിവസമാണെങ്കിൽ എനിക്ക് കുറേ സമയം അതിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഞാൻ ആ ദിവസം സെലക്ട് ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഒഴിവുള്ള ദിവസം, ഇനി ഞാൻ ആഴ്ചകളിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകും, ഗ്രോസറിയൊക്കെ മേടിക്കാൻ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പോണ ദിവസം എനിക്ക് അതൊന്നും പറ്റില്ല. അപ്പോൾ ആ ദിവസം ഒന്നല്ലാത്ത ഫ്രീ ആയിട്ടുള്ള ദിവസം ആഴ്ചയിൽ 2 ദിവസം സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഞാൻ വീട് തുടച്ചിടും. അപ്പോൾ അതിൽ മക്കളുടെ റൂം അവർ തന്നെ തുടച്ചിടും, ബാക്കി റൂംസ് അപ്പോൾ ക്ലീൻ ചെയ്തിടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെയിലി ക്ലീനിങ് റുട്ടീനിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി ഡീപ്പ് ക്ലീനിങ് റുട്ടീൻ വേറെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു ക്ലീനിങ്ങിന് വേണ്ടി ഒരു മോട്ടിവേഷൻ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു 30 മിനിറ്റ് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇന്ന് തന്നെ ടൈമർ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.